ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 35 വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നാം വായിക്കുന്നു. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള വചനമാണ്. ഒരു ഭക്തന് വിരോധമായി എതിരാളികൾ രേഖകൾ എഴുതി ഉണ്ടാക്കുകയും അവനെ നശിപ്പിക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുമ്പോഴും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഹാമാന്റെ ഹൃദയത്തിൽ ഒരു മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്യണമെന്ന്, എബ്രായ ബാലന്മാരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവനായിരുന്നു. അതിന് പറ്റുന്ന മാർഗങ്ങൾ എല്ലാം അവൻ ആസൂത്രണം ചെയ്തുവെങ്കിലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് ഹാമാന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും കാണുന്നത് രേഖ പ്രതികൂലമായി എഴുതിയിരിക്കുന്നു എന്ന വാർത്ത ദാനിയേല് കേട്ടിട്ട് ദാനിയേല് ചെന്ന് മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആഴമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു എന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാശത്തിനും നമ്മുടെ പരാജയത്തിനും നമ്മുടെ വീഴ്ചയ്ക്കുമായി ശത്രുവായവൻ നമുക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന രേഖകൾ ഒക്കെ അതിന്റെ നിലകളിൽ അധികാരസ്ഥന്മാരുടെ കയ്യിലിരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം ഓർത്തുവെക്കേണ്ടതുണ്ട്. ദാനിയേലിനെ വിഷം നലറിക്കിടക്കുന്ന സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടുകളഞ്ഞു. അത് ദാനിയേലിന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളാണെന്ന് ചിന്തിച്ചു എങ്കിലും അതിന്റെ നടുവിൽ ദാനിയേലിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു ദൈവത്തെ കാണുന്നുണ്ട്. ദാനിയേലിന് എതിരെ രേഖകൾ എഴുതി വെക്കുകയും ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടുകളയുകയും ചെയ്തുവെങ്കിലും ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ എത്തുന്നതിനു മുൻപ് ദൈവം തന്റെ ദൂതനെ അവിടേക്ക് അയക്കുകയും സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞിട്ട് അതിന്റെ നടുവിൽ നിന്ന്, അതിന്റെ അകത്തളത്തിൽ നിന്ന് ദാനിയേലിനെ ദൈവം പുറത്തു കൊണ്ടുവരികയും ചെയ്തു എന്ന് നാം വായിക്കുന്നുവെങ്കിൽ നമുക്ക് വിരോധമായും എഴുതി വെക്കുന്ന രേഖകൾക്കപ്പുറത്ത് അതിന്റെ നടുവിൽ നിന്ന് നമ്മെ വിടിവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവത്തിന്റെ വചനം ശാന്തമായി പരിശോധിക്കുമ്പോൾ ഒരു മൊർദെഖായിയെ രക്ഷിച്ച ദൈവം, ഒരു ദാനിയേലിനെ രക്ഷിച്ച ദൈവം, ഒരു ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും രക്ഷിച്ച ദൈവം, നമുക്ക് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന രേഖകളുടെയും നമ്മുടെ നാശം കാണുവാൻ ആഗ്രഹിച്ചു കുതിക്കുന്ന എതിരാളികളുടെയും മുൻപിൽ നമ്മയും വിടിവിപ്പാൻ വിശ്വസ്തനെന്നറിഞ്ഞ് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ആ യെരൂശലേമിന് നേരെ കിളിവാതിലുകളെ തുറന്നിട്ട് ആഴമായി പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് വിരോധമായി അന്യായ രേഖകൾ എഴുതിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഭയപ്പെട്ടോടി ഒളിക്കുകയല്ല, ഞങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിടുതലുകൾ അനുഭവിപ്പാനിടയാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.